എനിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നേ. കാരണം എനിക്ക് നടക്കാൻ സാധിക്കില്ലായിരുന്നു. എൻ്റെ കുറവുകൾ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടവനായിരുന്നു. ചിലർ സഹതാപത്തോടെ നോക്കും, ചിലർക്കാണെങ്കിലോ വെറുപ്പ്. മറ്റു ചിലർ ഒന്നും നോക്കുക പോലുമില്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞാനും ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായത്, എനിക്ക് നടക്കാൻ സാധിച്ചത്. ഇവിടെ ഞങ്ങളെല്ലാവരും തുല്യരാണ്. ഇത് ഞങ്ങളുടെ മാത്രം ഗ്രാമമാണ്, മാലാഖമാരുടെ ഗ്രാമം. ഏഞ്ചൽസ് വില്ലേജിൻ്റെ ഒരു ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ ബുദ്ധിപരമായ കുറവുകളാൽ ഈ ഭൂമിയിൽ ജനിക്കേണ്ടി വന്ന ഒരു കൂട്ടം മാലാഖമാരുടെ പുതിയൊരു ദിവസം. ഈ ലോകത്തിൻ്റെ പാപക്കറകൾ ഒരു തരി പോലും ഏൽക്കാത്ത ഇവരെ പരിചരിക്കുവാൻ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ടീം തന്നെ കാത്തുനിൽക്കുന്നു. അവരുടെ എല്ലാം അമരക്കാരനായി ഫാദർ റോയ് മാത്യുവും. വളരെ വിശാലമായ കാഴ്ചപ്പാടോടെയാണ് റോയ് അച്ഛൻ ഈ വില്ലേജ് വിഭാവനം ചെയ്തിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തരായ ഈ കുട്ടികൾ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടവരല്ലെന്നും അവർക്ക് ഇവിടെ പലതും ചെയ്യാൻ കഴിയുമെന്നും നമുക്ക് കാണിച്ചു തരുന്ന ഈ വില്ലേജിൻ്റെ കാഴ്ചയിലൂടെയാണ് നമ്മുടെ യാത്ര. ഏഞ്ചൽസ് വില്ലേജ് ഒരു ജീവിത ശൈലിയാണ്. മാലാഖമാരുടെ ഗ്രാമം കാഞ്ഞിരപ്പള്ളി രൂപതയിൽ വി കെയർ സെൻറ്റർ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ പൊൻകുന്നമടുത്ത് ചെങ്കല്ലിൽ 9 ഏക്കർ സ്ഥലത്ത് വിവിധ പരിചരണ സംവിധാനങ്ങളോടുകൂടി ബുദ്ധിപരമായ പരിമിതിയുള്ള കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണ്. 2016 RPWD ആക്ട് പ്രകാരം 21 ഭിന്നശേഷികളാണ് പറയുന്നത് എങ്കിൽ അതിൽ ഓട്ടിസം, ബൗദ്ധിക വെല്ലുവിളി, സെറിബ്രൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഈ 4 കാറ്റഗറിയെ ബൗദ്ധിക വെല്ലുവിളി എന്നാണ് ഒന്നിച്ച് പറയുക. IDD, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഡിസബിലിറ്റി എന്ന ഈ വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വിവിധ തരത്തിൽ പഠനം, പരിശീലനം, പുനരധിവാസം ഇവ സാധ്യമാക്കുവാനുള്ള ഒരു പദ്ധതിയാണ് ഏഞ്ചൽസ് വില്ലേജിൽ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുക. ഞാൻ സിസ്റ്റർ ലിറ്റി, സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് സമൂഹത്തിലെ സിസ്റ്ററാണ്. ഞാൻ ഏകദേശം 8ാം വർഷത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുക. 2001 മുതൽ ഞാൻ നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത് വരുന്ന വേറൊരു സ്കൂളിലായിരുന്നു. അതിനുശേഷം ആശാനയ സ്പെഷ്യൽ സ്കൂളിലെത്തിയപ്പോൾ എനിക്കുള്ള ഏക ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ മരണശേഷം ഞങ്ങളുടെ കുട്ടികൾക്ക് ആരുണ്ട് എന്ന് ചോദിക്കുന്ന ഞങ്ങളുടെ പേരൻസിൻ്റെ മുമ്പിൽ പിന്നെ ഞങ്ങളുടെ സേവനമല്ലാതെ മറ്റൊന്നും അവർക്ക് പകരം കൊടുക്കാനായിട്ടില്ല. അതിനാൽ തന്നെയാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഈ ഫീൽഡിലുണ്ട് എങ്കിലും അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു ചേച്ചിയായിട്ട് നിൽക്കുവാനായിട്ട് എനിക്ക് അല്പമെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പേരൻസിന് കൊടുക്കുന്ന ഒരു ഉത്തരം എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. പ്രത്യേകിച്ച് സ്വന്തമായിട്ടൊന്ന് പല്ല് തേക്കാനോ അല്ലെങ്കിൽ തൂക്കിക്കളയാതെ ഒരു ഭക്ഷണം കഴിക്കാനോ വൃത്തിയായിട്ടൊന്ന് വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ സ്വന്തം പേരൊന്ന് അക്ഷരം തെറ്റാതെ എഴുതാനോ ഒന്നും അറിയില്ലാത്ത ഈ മക്കളുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ ശരിക്കും അവർക്ക് കൊടുക്കുന്ന ഓരോ ഉരുളച്ചോറും അമ്മ കഴിച്ചു എന്ന് തിരിച്ച് ചോദിക്കുന്ന ചോദ്യത്തിലൂടെ അവർ ഞങ്ങളെ തിരിച്ച് സ്നേഹിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു അക്ഷരത്തിൻ്റെ ഓരോ ലെവലിലൂടെയും ഞങ്ങളെ അവർ സ്നേഹിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
കൂടാതെ തന്നെ ഓരോ കുട്ടിക്കും ഞങ്ങൾ കൊടുക്കുന്ന ഇവിടുത്തെ ട്രെയിനിങ് പ്രത്യേകിച്ച് കെയർ ഗ്രൂപ്പ്, പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷൻ ആൻഡ് വൊക്കേഷൻ ഈ ലെവലുകളിലൂടെ കുട്ടികൾക്ക് അവരുടെ ഏജും എബിലിറ്റിയും അനുസരിച്ച് ആശാനറിയ സ്പെഷ്യൽ സ്കൂളിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ്ങിൽ നമ്മുടെ പേരൻസിനെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു കുട്ടി ഉണ്ടായി എന്നറിയുന്ന നിമിഷം മുതൽ അവരുടെ ജീവിതം മുഴുവനും ബുദ്ധിമുട്ടായിട്ട്, വിഷമമായിട്ട്, കഷ്ടപ്പാടായിട്ട് ജീവിക്കുന്ന പേരൻസിന് മുമ്പിൽ ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങളൊപ്പമുണ്ട് എന്ന് എത്രമാത്രം അവർക്ക് ആശ്വാസം കൊടുക്കാമോ അതാണ് ഞങ്ങളുടെ ഓരോ ട്രെയിനിങ്ങിലൂടെയും ഞങ്ങൾ ലക്ഷ്യം വെക്കുക. സാധാരണ രീതിയിൽ നമ്മുടെ ഭിന്നശേഷി കുട്ടികളെ അവർ കഴിവ് കുറഞ്ഞവരാണ്, അതല്ലെങ്കിൽ അവരെ കാണാൻ അത്ര ഭംഗിയുള്ളവരോ, അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു സമൂഹത്തെ നയിക്കാൻ പറ്റുന്നവരോ ഒന്നും അല്ല അവരെന്ന് ലോകം വിധി എഴുതുമ്പോഴും ഞങ്ങൾ പറയും അവർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. കാരണം ആടാനും പാടാനും ബാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്പോർട്സിലും മ്യൂസിക്കിലുമൊക്കെ മറ്റെല്ലാ വിധത്തിലും പാഠ്യപദ്ധതികളേക്കാൾ ഉപരിയായിട്ട് പാഠ്യേതര തലങ്ങളിൽ ഒരുപാട് നല്ല മികവ് പുലർത്തുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ഇന്ന് മാലാഖമാരുടെ ഈ ഗ്രാമത്തിൽ ഞങ്ങളുടെ ഏഞ്ചൽസ് വില്ലേജിലുള്ളത് എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് സാധിക്കും. ദേശത്തെ പുലയക്കുടിയിലെ ചിതരൻ പൊന്നുമകൻ മരിക്കറുപ്പനാം വികൃതി ചക്കൻ, ഊരിന്റെ സ്വന്തം ചതുച്ചക്കൻ, നാട്ടാർക്കെല്ലാം സ്വന്തമായി കുറുമ്പന ചാത്തു വളർന്നു വന്നു. പാടത്തും വരമ്പത്തും കണ്ടൊരു മധുനെ സ്വന്തമാക്കിയെന്ന് ചാത്തുച്ചക്കൻ. പതിനെട്ട് വയസ്സ് കഴിയുന്നവർക്കായി 2 തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. ആശ്വാസ് വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ എന്ന പേരിൽ അഗ്രികൾച്ചർ അതീതമായ തൊഴിൽ സംവിധാനങ്ങളാണ് അവിടെയുള്ളത്. വിവിധങ്ങളായ തൊഴിൽ പരിശീലനം എന്ന് പറയുമ്പോൾ തിരി നിർമ്മാണമുണ്ട്, പേപ്പർ ക്യാരി ബാഗ് ഉണ്ട്, ടൈലറിംഗ് ഉണ്ട്, സ്ക്രീൻ പ്രിൻറ്റിംഗ് ഉണ്ട്, ഡിറ്റർജൻറ്റ് മേക്കിംഗ് ഉണ്ട്, ആർട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, പ്രതിമകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട്, കമ്പ്യൂട്ടർ ട്രെയിനിങ് ഉണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ ഓരോ കുട്ടിക്കും അഭിരുചിയുള്ള കാര്യങ്ങളെ പഠിപ്പിച്ച് അവർ അതിൽ പറ്റുന്നത്രയും ഒരു ജോലി സാധ്യത ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് അവരെ വളർത്തുവാനാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. Hi, my name is Melanie and I am from America. I first came to India in 2017 to do some vocational training work with teachers in different textile trades, screen printing, natural dyeing, and various tailoring and stitching. When I came here, I was amazed. It was such a blessing to me to experience the culture, more so experience the different programs and institutions that were being run by Father Roy and the diocese. At that time, Father Roy told me about his vision for Angels Village. He took me to the land that they had purchased and told me about his dream and how all of the different facilities there would service individuals with intellectual disabilities and their parents. ഒക്യുപേഷണൽ തെറാപ്പിയോട് അനുബന്ധിച്ച് നമ്മൾ സെൻസറി റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ റൂം. സെൻസറി ഇഷ്യൂസ് ആയിട്ടുള്ള ടച്ച്, കുട്ടികളുടെ സെൻസറി ഹൈപ്പർ ആക്ടിവിറ്റി എല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നത് സെൻസറി റൂമിലായിരിക്കും. കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാനുള്ള റാപ്പിങ്, കുട്ടികളുടെ ആക്ടിവിറ്റീസ്, പ്ലേയിങ് അല്ലെങ്കിൽ ബ്ലോഡ് ത്രോ എന്നൊക്കെ പറയുന്ന പോലത്തെ ഉള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് സെൻസറി റൂമാണ്. സെൻസറി റൂം കൂടാതെ നമുക്കൊരു ഒക്യുപേഷണൽ തെറാപ്പി റൂമും കൂടെ ഉണ്ട്. ഈ 2 റൂമിലാണ് നമ്മൾ ഒക്യുപേഷണൽ തെറാപ്പി സെറ്റ് ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ. എൻ്റെ പേര് ടോമി. ഇവർ എൻ്റെ കുട്ടികളാണ്, ജോസും ജെയിംസും. ഇവരിവിടെ ആശാനിലയം സ്കൂളിൽ പഠിക്കുന്നു.
ഞാൻ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളുടെ മുൻപിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം ശരിക്കും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ അവരുടെ പേരൻസും. ആ ഒരു ചിന്താഗതിയെയും സമൂഹത്തിൻ്റെ അത്തരത്തിലുള്ള പ്രവർത്തനത്തിനെയും മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കുട്ടികൾക്ക് ലഭിക്കുന്ന പരിശീലനവും സമൂഹത്തിലുള്ള ആൾക്കാരുടെ മനസ്ഥിതിയെ മാറ്റുവാനും കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ ആശാനിലയം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നുണ്ട്. മുൻപിലേക്ക് എന്തെന്നുള്ള പ്രതീക്ഷ അറ്റ് നിൽക്കുന്ന മാതാപിതാക്കളും സ്വന്തമായിട്ട് പ്രതികരിക്കുവാൻ അറിയത്തില്ലാത്ത കുട്ടികളും, അതാണ് ശരിക്കും ഇവരുടെ അവസ്ഥ. അപ്പോൾ ഇവർക്ക് പ്രതീക്ഷയേകുന്ന, ആശയേകുന്ന ആ ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായവും എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും നമുക്ക് ആശാ നിലയം സ്കൂളിൽ ലഭിക്കുന്നു. കാലത്തിൻ്റെ ആവശ്യമെന്തോ അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്നുള്ള തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് 40 കോടിയിലധികം രൂപ മുടക്കി കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള ഏഞ്ചൽസ് വില്ലേജ് ഇത്രയും വിപുലമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഭിന്നശേഷിയോടെ ഒരു കുട്ടി ജനിച്ചാൽ അവരെ സംരക്ഷിക്കുന്നത് ആ മാതാപിതാക്കളുടെ മാത്രം ഉത്തരവാദിത്തമായല്ല, മറിച്ച് സഭയുടെയും പൊതുസമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവിൻ്റെ ഉത്തരമാണ് ഏഞ്ചൽസ് വില്ലേജ്. ഇനി മറ്റൊരു തൊഴിൽ സംവിധാനമായ പരിശീലന കേന്ദ്രമായി നമ്മൾ ആരംഭിച്ച VFAM മൾട്ടി കാറ്റഗറി അഗ്രോ ഫാം സ്കൂൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിക്കാൻ ഇടവന്നത്. കാരണം കൃഷിയും ആനിമൽ ഹസ്ബൻഡറിയും പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിന്, പ്രത്യേകിച്ച് ഒരു തെറാപ്പി ലൈക്ക് ഉള്ള ഒന്നായി കാണുവാൻ ഇടവന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കാഞ്ഞിരപ്പള്ളി അടുത്ത് പുളിമാവിൽ 10 ഏക്കർ സ്ഥലത്ത് 16 പ്ലോട്ടുകളായി നമ്മുടെ കൃഷിയിടം തിരിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തെയും കൃഷിയുടെ രീതി അനുസരിച്ച്, അത് ബനാന പ്ലാന്റേഷൻ ആകാം, കപ്പയുടെ തോട്ടമാകാം, അതല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ടിൻ്റെ തോട്ടമാകാം, കോക്കനട്ടിൻ്റെ തോട്ടമാകാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഗാർഡൻ ആകാം, അതുമല്ല എങ്കിൽ ആയുർവേദ പ്ലാന്റ് ആകാം. ഇങ്ങനെ വിവിധങ്ങളായ തരത്തിൽ 16 പ്ലോട്ടുകളായി നമ്മൾ തിരിച്ച് കൃഷിയിടത്തെ ക്രമീകരിച്ച് അവിടെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. എൻ്റെ പേര് ഷൈനി ജെന്നർ. ഞാനൊരു സ്പെഷ്യൽ പേരൻ്റാണ്. ഒപ്പം തന്നെ ഞാനൊരു സ്പെഷ്യൽ അധ്യാപികയും കൂടിയാണ്. എൻ്റെ 2 മക്കളിൽ മൂത്തവനായ ഈ മോൻ ഒരു ഭിന്നശേഷിക്കാരനായ മകനാണ്. ആദ്യമായിട്ടുണ്ടായ കുഞ്ഞ് ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയാണെന്നറിഞ്ഞപ്പോൾ, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനായിട്ടല്ല, നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് എന്ന ഒരു വചനം എപ്പോഴും എൻ്റെ ഉള്ളിൽ അലയടിച്ചു നിന്നിരുന്നു. ദൈവം എനിക്ക് ദാനമായിട്ട് തന്നതാണ് എൻ്റെ മകനെ. ഈ മകനെ 2 കൈകളും കൂട്ടി ഞങ്ങൾ സ്വീകരിച്ചു. അവൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുവാൻ നിരവധി നല്ല സുഹൃത്തുക്കളെയും നിരവധി അംഗങ്ങളെയും ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. അതിനുശേഷം 18 വയസ്സായപ്പോൾ അവനെ സ്വന്തം കാലിൽ നിർത്തിക്കാൻ പര്യാപ്തമാവുന്ന രീതിയിൽ ഒരു പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏഞ്ചൽസ് വില്ലേജ് ആശ്വാസ് വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററിൽ വന്നു. ഈ സമയം ഇവിടെ ഞങ്ങളെ സ്വീകരിച്ചത് ഇവിടുത്തെ ഡയറക്ടർ റോയി അച്ഛനും സിസ്റ്റർ ലിറ്റിയുമായിരുന്നു. മോനിവിടെ ട്രെയിനിങ് നൽകുന്നത് കൃഷി, അഗ്രികൾച്ചറിലും നോൺ അഗ്രികൾച്ചറിലുമാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് മോനോടൊപ്പം ആശ്വാസ് വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ
എൻ്റെ കൈകളിൽ കൂടെ നിരവധിയായിട്ടുള്ള കുട്ടികൾ കടന്നു പോകുന്നു. ഇപ്പോൾ നിൽക്കുന്നത് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡനിലാണ്. ഇത് നമ്മൾ തിരുവനന്തപുരം വെള്ളയായിനി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്ന് പുതുതായി നിർമ്മിച്ച ഒരു തെറാപ്പി ഗാർഡനാണ്. പ്രത്യേകമായി പരിശീലനം ലഭിച്ച തെറാപ്പിസ്റ്റിനെ ഇവിടെ വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അനുയോജ്യമായ തെറാപ്പി ലഭ്യമാകുന്നതിനായി നമ്മൾ ഹാങ്ങിങ് പോട്ട്സിൻ്റെ ഒരു സെക്ഷൻ കാണുന്നുണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് അവരുടെ കൈയുടെ പേശിയുടെ ബലം വർദ്ധിപ്പിക്കാനും അനുയോജ്യമായ ഒരു തെറാപ്പിയാണ്. കൂടാതെ അവിടെ റൊട്ടേറ്റിംഗ് പോട്ട്സ്, അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോ തലത്തിലുള്ള പച്ചക്കറികളാകാം അല്ലെങ്കിൽ ചെടികളാകാം, അത് ചെടികൾ പരിചയപ്പെടുവാനും മനസ്സിലാക്കാൻ സാധിക്കുന്നതോടൊപ്പം അവർക്ക് യോജ്യമായ ചില എക്സസൈസ് ലഭ്യമാകുവാനായിട്ട് ഇടവരുന്നു. കൂടാതെ അവിടെ നമ്മുടെ വിൻഡ്, അതൊരു കൈൻഡ് ഓഫ് മ്യൂസിക്കിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ട്. കൂടാതെ ചലനത്തിന് സാധ്യമാകുന്ന സാഹചര്യങ്ങൾ ക്രമീകരിക്കുന്നു. കൂടാതെ നമ്മളിവിടെ പച്ചക്കറി കാണുന്നുണ്ട്. വിവിധങ്ങളായ ചെടികളിലൂടെ ഒരു തെറാപ്പി ആയിട്ട് കൊടുക്കുവാനാണ് ഉദ്ദേശിക്കുക. ട്രാൻസിഷൻ ഫ്രം സ്കൂൾ ടു വർക്ക്, അതായത് സ്കൂളിൽ 18 വയസ്സായി കഴിയുമ്പോൾ സ്കൂളിൽ പ്രൈമറി വിദ്യാഭ്യാസവും സെക്കൻഡറി വിദ്യാഭ്യാസവും പിന്നീട് പ്രീ വൊക്കേഷണലായിട്ടുള്ള വിദ്യാഭ്യാസവും കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് അതിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ അല്ലെങ്കിൽ ഒരു തൊഴിലിലേക്ക് പ്രവേശിക്കുവാനുള്ള പരിശീലനം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ, അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ എന്നതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ബുദ്ധിമാന്യമുണ്ടെങ്കിലും അവരിൽ അവശേഷിച്ചിരിക്കുന്ന കഴിവുകൾ കണ്ടെത്തി ആ കഴിവുകൾ ഉപയോഗിച്ച് അതിനനുയോജ്യമായ ഒരു തൊഴിൽ തിരഞ്ഞെടുത്ത് അതിന് അത്യാവശ്യമായ പ്രീ റിക്വസിറ്റ് സ്കിൽസ്, വർക്ക് റെഡിനെസ് സ്കിൽസ് നാം അവരെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. കുട്ടികളുടെ പുനരധിവാസത്തിനായി സിലബസുകൾ ഉണ്ടാക്കി പഠിപ്പിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി നോക്കുക എന്ന രീതിയിലല്ലാതെ ഒരു ജോലി മുന്നിൽ കണ്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇവിടെ അനുവർത്തിക്കുന്നത്. മൃഗപരിപാലനം ഒരു പെറ്റ് തെറാപ്പി എന്ന നിലയിൽ കുട്ടികളെ ഇവിടെ പരിശീലിപ്പിക്കുന്നു. അതുവഴി മൃഗങ്ങളെ കൂടുതൽ അടുത്തറിയുന്നതിനും മൃഗങ്ങളുമായി സഹവസിക്കുന്നതിനും ഇവിടെ അവസരം ലഭിക്കുന്നു. ഇതിലൂടെ ഈ കുട്ടികൾക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മൃഗങ്ങളെ പരിപാലിക്കുന്നതിനും അതുവഴി അവർക്ക് ചെറിയ തോതിലെങ്കിലും വരുമാനം ലഭിക്കുന്നതിനും ഇത് ഉപകരിക്കുന്നു. പശു, ആട്, കോഴി, മുയൽ, താറാവ് തുടങ്ങി ഒരു കുടുംബം വളർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മൃഗങ്ങളെയും കുട്ടികൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അതിൻ്റെ പരിപാലനം പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കുട്ടികൾക്ക് താമസിച്ച് പരിശീലനം നേടുന്നതിന് വേണ്ടി 4 ബോർഡിങ്ങുകൾ നമുക്ക് ഉണ്ട്. ആശാ ഹോം, ആശാ കിരൺ, ആശാ നികേതൻ, ഹോം ഓഫീസ്. ഈ ബോർഡിങ്ങിനോട് ഒപ്പം നാം ഈ കുട്ടികളുടെ തൊഴിൽ സംവിധാനങ്ങൾ കുറെ കൂടി സജീവമാക്കുവാൻ 2 ഷോപ്പുകൾ, ഏഞ്ചൽ ഷോപ്പ് എന്ന പേരിൽ കാഞ്ഞിരപ്പള്ളി പുളിമാവിൽ ഒരു കട 1 വർഷത്തിനു മുമ്പ് നമ്മൾ ആരംഭിച്ചു. അവിടെ കുട്ടികൾ കടയിൽ പോകുവാനും അവിടെ ബിസിനസ് പരമായ കാര്യങ്ങൾ ഇടപെടുവാനും സാധിക്കുന്നു എന്നുള്ളത് അവരുടെ പരിശീലനത്തിന് ഏറെ സഹായകമായിട്ടുണ്ട്. ഇത് നമ്മൾ ഫാം സ്കൂളിനോട് ചേർന്ന് നടത്തുന്ന ഒന്ന് എന്ന നിലയിൽ ഇവിടെയുള്ള വിഭവങ്ങൾ ആണ് കൂടുതലും നമ്മളിവിടെ ചെലവഴിക്കുക. രണ്ടാമത് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഏഞ്ചൽ ഷോപ്പ്, ഒരു പിതാവ് തന്നെയാണ് ഷോപ്പിൻ്റെ മാനേജറായി പ്രവർത്തിക്കുക. ഏതാനും കുട്ടികൾ അവിടെ വർക്ക് ചെയ്യുന്നു.
അതിൽ ചില കുട്ടികളുടെ വീട്ടിലെ ഉപജീവനം ഇവിടെ ലഭിക്കുന്ന വേതനം കൊണ്ട് തന്നെയാണ് നടക്കുക. ഇതൊരു ബിസിനസ് സംരംഭമാണെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക നേട്ടത്തേക്കാൾ ഉപരി ഇത് സമൂഹത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അതാണ് ഞങ്ങൾ മാനിക്കുന്നത്. സ്വന്തം മാതാപിതാക്കൾ പോലും എൻ്റെ കുട്ടി കഴിവില്ലാത്തവനാണ്, അവനെക്കൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ വിലപിക്കുന്നൊരു കാലമാണിത്. എന്നാൽ ഏഞ്ചൽസ് വില്ലേജിലെ സമഗ്രമായ കാലാകാലങ്ങളിൽ ഒരു ഭിന്നശേഷി കുട്ടിക്ക് നൽകുന്ന തെറാപ്പികളും പരിശീലനവും അവനെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ഇവിടെ ഈ കുട്ടികൾ നിരവധിയായ ഈ കടയിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. സാധനങ്ങൾ അടുക്കി വയ്ക്കുന്നതാണെങ്കിലും കസ്റ്റമേഴ്സിന് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതാണെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ സെർവ് ചെയ്യുന്നതാണെങ്കിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബില്ല് ഒരുക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ ഇവർ തന്നെയാണ്. അങ്ങനെ ഇവരുടെ സ്വന്തം കുടുംബത്തിന് ഒരു വരുമാനവും അതുപോലെ സമൂഹത്തിന് ഒരു അഭിമാനമായി മാറുന്നു. ഈ കുട്ടികൾ ഏഞ്ചൽ ഷോപ്പിലേക്ക് വന്ന ശേഷം ഇവരുടെ സ്വഭാവത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ ഇവരുടെ ഉത്തരവാദിത്ത ബോധം, കൃത്യനിഷ്ഠ, അച്ചടക്കം, അങ്ങനെ ഇവരുടെ ജീവിതത്തിലെ സമഗ്രമായ മാറ്റങ്ങളാണ് ഇവരുടെ മാതാപിതാക്കൾ കാണുന്നതും ഇവിടെ വന്ന് ഞങ്ങളെ അറിയിക്കുന്നതും. ഞങ്ങൾക്ക് ഈ കടയിൽ നിന്നും സമൂഹത്തിന് നൽകാവുന്ന ഒരു സന്ദേശം ഇതാണ്: സമൂഹം കഴിവില്ലാത്തവർ അല്ലെ ഒന്നിനും കൊള്ളത്തില്ലാത്തവരെന്ന് മാറ്റി നിർത്തുന്ന ഈ കുട്ടികളെ അവരുടെ വളർച്ചയുടെ ഓരോ സമയത്തും അവർക്ക് ആവശ്യമായ തെറാപ്പികളും പരിശീലനവും നൽകി അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും മറ്റേത് പൗരനെ പോലെ വളർന്നു വരുവാനും കാര്യങ്ങൾ ചെയ്യുവാനും ജോലി ചെയ്ത് അഭിമാനത്തോടെ ജീവിക്കുവാനും അങ്ങനെ കുടുംബത്തിനും സമൂഹത്തിനും ഒരനുഗ്രഹമായി തീരുവാനും സാധിക്കും. പതിനൊന്നാമത്തെ നമ്മുടെ ഒരു ഭവനമാണ് മാലാഖമാരുടെ വീട്, ഏഞ്ചൽസ് ഹോം. ബുദ്ധിപരമായ പരിമിതിയുള്ള കുഞ്ഞുങ്ങളും അവിടെ മാതാപിതാക്കളും ആജീവനാന്തം താമസിക്കാനുള്ള ഒരു ഇടമെന്ന നിലയിലാണ് 21 വീടുകൾ നമ്മൾ അവിടെ നിർമ്മിക്കുക. അതിൽ 18 വീടുകളുടെ പണി പൂർത്തിയായി മിക്കവാറും എല്ലാ ഭവനങ്ങളും ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വൂം ടു ടൂം ആണ് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലമായി കാണുവാൻ ആഗ്രഹിക്കുക. അമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് അറിയുന്ന നിമിഷം മുതൽ മരണം വരെ ജീവിതത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അവരെ താങ്ങായി തണലായി കൂടെ നിന്ന് കരുതുക എന്നുള്ള സഭയുടെ വലിയൊരു ദൗത്യം എന്ന നിലയിലാണ് ഈ പ്രവർത്തനത്തെ നമ്മൾ കാണുവാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ബാബു വർഗീസ്, എൻ്റെ ഭാര്യ നിഷ തെരിയൻ. ഞങ്ങൾക്ക് ഒരു മോനാണുള്ളത്, വർഗീസ് ബാബു. ഞങ്ങൾ ശരിക്കും പാലാ രൂപത കാഞ്ഞിരത്താനം ഇടവക്കാരാണ്. മോൻ്റെ സ്പെഷ്യൽ സ്കൂളിങ്ങും ഞങ്ങളുടെ ജോലി സംബന്ധമായി ഞങ്ങൾ തൃപ്പൂണിത്തുറയിലായിരുന്നു താമസം. അപ്പോൾ ഞാൻ റിട്ടയറായ സമയം ഞാൻ ആദ്യം ആലോചിച്ചത് മോൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ പല ആൾക്കാരോടും ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറയുകയും അതിൻ്റെ ഫലമായി എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഏഞ്ചൽ ഹോം എന്നുള്ള ഒരു സ്ഥാപനം ഉണ്ടെന്ന് പറയുകയും ഞങ്ങളിവിടെ വന്ന് ഇത് കാണുകയും അച്ഛനുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അച്ഛനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനം ഇത് തന്നെയാണ്. ഏഞ്ചൽസ് വില്ലേജ് ഞങ്ങളൊരു സ്വപ്ന പദ്ധതിയായിരുന്നു. ഒരുമിച്ചുള്ള താമസം,
ഒരുമിച്ചുള്ള ഭക്ഷണം, അതുപോലെ തന്നെ ഒരുമിച്ചുള്ള പ്രാർത്ഥന. ആ ഒരു കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ എത്താൻ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടുകൂടെ എത്തി. ആദ്യം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ റോയച്ചനാണ് എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച താഴെയുള്ള ചാപ്പലിൽ വിശുദ്ധ ബലി അർപ്പിച്ചിരുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ ഉള്ളത് ഞങ്ങൾക്കൊരു കുറവ് തന്നെയാണ്. അത് നികത്താനായിട്ട് പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ ഞങ്ങളുടെ കൂടെ വരികയും എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങളെ ഏഞ്ചൽസ് വില്ലേജിൻ്റെ ചാപ്പലിൽ 6:30 രാവിലെ 6:30 വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ആവശ്യങ്ങളിൽ വലിയൊരു സാന്നിധ്യം ഉണ്ടാക്കാൻ സാധിച്ചു. ഈ വില്ലേജിൽ ഒരു കാര്യം കൂടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ വലിയ ആഗ്രഹം. അത് ഞങ്ങൾ പേരൊക്കെ നിലവിൽ കൊടുത്തിട്ടുണ്ട്. ഏഞ്ചൽസ് വാലി എന്ന പേരിൽ മാതാപിതാക്കൾ മരിച്ചുപോയവരോ, മാതാപിതാക്കൾ രോഗികളായിട്ടുള്ളവരോ, സ്വയം ഉപദ്രവിക്കുന്നവരോ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരോ, ഇങ്ങനെ വലിയ സിവിയറായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റൽ ലൈക്ക്, ഒരു ക്ലിനിക് ലൈക്ക് ഒരു സംവിധാനം നിലവിൽ കേരളത്തിലില്ല. അങ്ങനെ ഒരു സംവിധാനം കൂടി ഏഞ്ചൽസ് വില്ലേജിനോട് കൂടി ചേർത്ത് ചെയ്യണമെന്നുള്ള ഒരു സ്വപ്നമാണ് നമുക്ക് നിലവിലുള്ളത്. ദൈവ പരിപാലനയിൽ മാത്രം ആശ്രയിച്ച് പ്രൊവിഡൻസ് ഓഫ് ഗോഡ് ഈസ് അവർ ബാങ്ക് എന്നുള്ള ഒരു വലിയ ചിന്തയുടെയും അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ മാലാഖമാരുടെ ഗ്രാമം ഒരു ജീവിതശൈലിക്ക് രൂപം കൊടുത്തുകൊണ്ട് ആ ജീവിതശൈലിയിലൂടെ ബുദ്ധിപരമായ പരിമിതി അനുഭവിക്കുന്ന ഏതൊരാൾക്കും താൻ ഒറ്റയല്ല, തൻ്റെ കൂടെ താങ്ങാകുവാൻ, ഒരു വഴി കാട്ടിത്തരുവാൻ, വഴി ചൂണ്ടിക്കാണിക്കുവാൻ, അല്പമെങ്കിലും ഒരു താങ്ങാകുവാൻ, തണലാകുവാൻ സഭ, നാം, പൊതുസമൂഹം ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരിടമാണ്. ഈ ഓർമ്മപ്പെടുത്തേണ്ട ഇടത്തിലേക്ക് പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. கனகமிருகமே ஓராதே நீ என் முன் வந்தாய், உன்னை விரும்பி யான் வந்தேன். അതെ, ഏഞ്ചൽസ് വില്ലേജ് തീർച്ചയായും ഒരു ജീവിതശൈലി തന്നെയാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡായി കുട്ടികളുടെ ജനനം ഒരു ബാധ്യതയല്ല, അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുമുണ്ടായ ഒരു ജീവിതശൈലി. അതിൻ്റെ അമരക്കാരനായ ഫാദർ റോയ് മാത്യുവും അദ്ദേഹത്തെ സഹായിക്കാനായി ഒരു സമൂഹവും മുന്നിട്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു പുതിയ ഉത്ഥാനത്തിൻ്റെ അനുഭവമാണ് ലഭിക്കുന്നത്. ആരിൽ നിന്നും ആട്ടി അകറ്റാതെ തങ്ങളുടേതായ ലോകത്ത് തങ്ങളാലാകുന്ന വിവിധതരം പ്രവൃത്തികളിൽ ഏർപ്പെട്ട് പ്രതീക്ഷയുടെ ഒരു പുതിയ ലോകത്ത് ഇവർ ജീവിക്കുകയാണ്. മാലാഖമാരുടെ ഈ ലോകത്ത് അവരോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരെ 2 കൈയും നീട്ടി ഈ ഗ്രാമം സ്വാഗതം ചെയ്യുന്നു. പതിനഞ്ചോളം സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന റോയി അച്ഛന് ഇതൊരു ദൈവിക ശുശ്രൂഷ മാത്രമാണ്. ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ തിന്മ ചെയ്യുന്നു എന്ന യാക്കോബ് ശ്ലീഹായുടെ വാക്കുകൾ ആപ്തവാക്യമായി സ്വീകരിച്ച് ജീവിക്കുന്ന അച്ഛന് ഇനിയും ഒരുപാട് പ്രവർത്തിക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.